പി കെ റോസി മുതൽ ശ്വേത മേനോൻ വരെ ഉള്ള ആളുകളെ എടുത്താൽ ഭ്രഷ്ടിൽ നിന്ന് ഈ അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്തെ പദവി എന്ന ഒരു വലിയ ദൂരം ഉണ്ട്. മലയാള സിനിമയിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇത് ആ നിലയ്ക്കുള്ള ചരിത്രപരമായ ഒരു മുന്നേറ്റമായി അടയാളപ്പെടുത്തപ്പെടുമോ? തീർച്ചയായിട്ടും അഭിലാഷും എനിക്ക് മുൻപ് സംസാരിച്ചവരും സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മാറ്റത്തെ ഇത്രയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നത് എന്നാലോചിച്ചാൽ ഈ പറഞ്ഞ എല്ലാം തന്നെ നമ്മൾ പോരാടി നേടി എന്നുള്ളതാണ്. സ്ത്രീകൾ നേടിയിട്ടുള്ള ഓരോ അവകാശങ്ങളും അത് വിജയമായി ആഘോഷിക്കുമ്പോൾ പോലും കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് നമ്മൾ അത് നേടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ മത്സരിക്കുമ്പോൾ പോലും കടുത്ത ആരോപണങ്ങൾ നേരിട്ടുകൊണ്ട് മത്സര രംഗത്തേക്ക് വരികയും അങ്ങനെ കടുത്ത പോരാട്ടത്തിലൂടെ തന്നെയാണ് ഈ വിജയം സ്വന്തമാക്കിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോസി മുതൽ ശ്വേത വരെ, അതിനിടയ്ക്ക് ഇവിടെ പലതും പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു. അതിജീവിതയുടെ കാര്യം, WCC, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി, ഇതിലെല്ലാം നമ്മൾ ഈ പോരാട്ടം കാണാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനുമുള്ള പുരുഷാധിപത്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ അധികാരം പുരുഷൻ കൈയാളുന്ന ഇടങ്ങളിലേക്ക് വളരെ സംഘർഷപ്പെട്ടുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ അധികാര സ്ഥാനത്തിലേക്ക് വരുന്നത്. കാരണം പുറത്തു നിന്നുകൊണ്ട് ഒരു പങ്കാളിത്തമില്ലാതെ ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള അധികാര സ്ഥാപനങ്ങളിലും തുടർന്നുണ്ടാകുന്ന നയരൂപീകരണങ്ങളിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ പങ്കാളിത്തം കൂടിയേ തീരൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം സ്ത്രീകളുടെ നിരന്തരമായിട്ടുള്ളത്, ഒരു ദിവസം സ്വിച്ചിട്ട പോലെ ഉണ്ടായിട്ടുള്ള ഒരു വിജയമാണെന്ന് ഞാൻ കരുതുന്നില്ല. നിരന്തരമായ പോരാട്ടത്തിലൂടെ തന്നെയാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ കാണുകയാണ്. മറ്റൊരു കാര്യം കൂടി, ഇതൊരു കല എന്നുള്ള രീതിയിൽ, ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ, തൊഴിൽ എന്നുള്ള രീതിയിൽ മൂന്നും നമ്മൾ പരിഗണിക്കണം. വളരെയധികം താരാധിപത്യം നിലനിൽക്കുന്ന, പണാധിപത്യം നിലനിൽക്കുന്ന, കലയ്ക്ക് ഉള്ളിൽ മാത്രമല്ല കലയ്ക്ക് ചുറ്റും, കലയുടെ പരിസരത്തിലും വളരെ പ്രബല ശക്തികൾ ഭരിക്കുന്ന ഒരിടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീകൾ മാത്രമല്ല, ഒരുപാട് പേർ പാർശ്വവൽക്കരിക്കപ്പെട്ട ക്യൂർ കമ്മ്യൂണിറ്റി ആയാലും ക്യാമറയ്ക്ക് മുന്നിൽ വരാത്ത ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവരുടെ എല്ലാം പ്രാതിനിധ്യം, അവരുടെ എല്ലാം അവകാശങ്ങൾ, അവരുടെ എല്ലാം ഇടം ഇതിനകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ, AMMലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ഒരു അധികാര സ്ഥലത്തേക്ക് സ്ത്രീ വന്നാൽ അത് ഉചിതമാകും, അതിലൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് കേരളത്തിലെ സമൂഹം, മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമൂഹം വിശ്വസിക്കുന്നത്. സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരു സ്ത്രീപക്ഷം ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുമില്ല. മറിച്ച് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഒളിച്ചു വെക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നവർ എന്നുള്ള രീതിയിൽ, അത് ഡിസ്കസ് ചെയ്യുന്നവർ എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു ശബ്ദം ഇവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിലവിൽ ഇപ്പൊ നേരത്തെ ശ്രീമതി മിനി സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇതുവരെ കൈകാര്യം ചെയ്ത സംവാദങ്ങളെ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടെ പരിഗണിക്കാനും, അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് വരേണ്ടി വന്നു, ഈ പ്രശ്നങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാനും, ഇത്തരത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ഈ സംവാദങ്ങളൊന്നും, ഈ സംവാദങ്ങൾ തുടരേണ്ടത് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ഒരുപക്ഷെ AMMA ഉണ്ടായതിനു ശേഷം 100 വർഷം കഴിഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാവാൻ. അതുപോലെ 10-32 വർഷം വേണ്ടി വന്നു ആണുങ്ങൾ ഭരിക്കുന്ന അല്ലെങ്കിൽ ആണാധിപത്യം നിലകൊള്ളുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീക്ക് വരാൻ എന്ന് പറഞ്ഞാൽ പോരാ, സ്ത്രീകൾ കടന്ന് ധൈര്യപൂർവ്വം വരികയാണ്. പലപ്പോഴും ഇപ്പൊ ഇന്ന് തന്നെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ അറിയാം, പല സ്റ്റേറ്റ്മെന്റുകളും, മുതിർന്ന താരങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകളും ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ പേരെടുത്ത് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അതായത് ഒരു സ്ത്രീ അധികാരത്തിലേക്ക് വരുമ്പോൾ പോലും അത് ഞങ്ങൾ കൊടുത്തതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷമാണ്, ഞങ്ങളാണത് തെരഞ്ഞെടുത്തത് എന്നുള്ള കർത്തൃത്വ ഏറ്റെടുക്കലുകൾ പലപ്പോഴും അത് കലയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും സമൂഹത്തിന്റെ ഇതര ഇടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കർത്തൃത്വ ഏറ്റെടുക്കലുകൾ അവരുടെ സംഘടനയുടെ പക്ഷത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സംഘടന എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുക, നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച സംവാദങ്ങളെ അതേ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നിന്ന സ്ഥലത്ത് നിന്ന് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകാനായിട്ട് കഴിയുമോ എന്നൊക്കെയാണ് നമ്മൾ ഈ നിമിഷത്തിൽ ഉറ്റുനോക്കുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ